ഹലോ, പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് ദേവയാനി വളരെ ദേഷ്യത്തോടെ നയനയോട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് ആദർശേട്ടൻ്റെ സങ്കടം മാത്രം കണ്ടാൽ മതിയല്ലോ, ബാക്കിയുള്ളവരുടെ സങ്കടവും ഹൃദയവേദനയൊന്നും നിനക്ക് കാണണ്ടല്ലോ. പിന്നെ കാണിക്കുന്നത് അനാമിക അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ വേണു അവളോട് പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ കയ്യിൽ കുറേ സ്വത്തില്ലേ, അതിൽ പാതി നിന്റെ പേരിൽ എഴുതി തരാൻ പറ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിലേക്കൊന്നും വരാൻ സമയമായിട്ടില്ല അച്ഛാ, എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കലഹമുണ്ടാക്കി എല്ലാം വെട്ടിപ്പൊളിച്ച് നാല് വഴി കാക്കിയാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. പിന്നെ ജലജ അജയനോട് പറയുന്നുണ്ട്, റൂമിനകത്ത് അനിയും അനാമികയും തമ്മിൽ എന്നും വഴക്കാണ്, അവർ തമ്മിൽ ഇനിയും ഒരു കുടുംബജീവിതം ഉണ്ടായിട്ടില്ല എന്ന് സഹി കേട്ടപ്പോൾ മോൾ എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ദേവയാനി മുത്തശ്ശനോട് സംസാരിക്കുന്നുണ്ട്. ആദർശ് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അച്ഛൻ എന്താ ഒന്നും ചെയ്യാത്തത് എന്നുള്ള സംശയമാണ് ദേവയാനിക്ക്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ത് മോളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാൽ പിന്നെ അത് അവന് പ്രൂവ് ചെയ്തുകൂടെ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പ്രൂവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ചന്തുമോളുടെ അമ്മയായി നയന മാറിയിരിക്കുന്നു. ഇനി നയനമോൾ ചന്തുമോളെ വിട്ടുകളയത്തൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ നിന്ന് വരുന്ന നയനയെയും ആദർശിനെയുമാണ്. നയനയെ കണ്ടതും ചന്തുമോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നയന കുഞ്ഞിനെ വാരിയെടുക്കുന്നുണ്ട്. അത് കണ്ട് ആദർശിനും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. കുഞ്ഞിനോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ പ്രൊമോ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്